ഹായ് ഹലോ വെൽക്കം ടു ഗോസിപ്പ് ഗേൾസ്. അതിന്റെ മുന്നേ പെരുന്നാളാകുമ്പോ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാല് പെരുന്നാളിന് നമ്മൾ ഇവിടെ വന്നാണ്ട് നാട്ടിലേക്ക് പെരുന്നാൾ വേണ്ട ഇവിടെ വന്നാണ്ട് നമ്മൾ നടക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചു ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചുറ്റിത്തിരിയുന്ന ലോട്ടറി സ്കാമിനെ കുറിച്ചാണ്. ഒന്നാം സമ്മാനമായി വീടും രണ്ടാം സമ്മാനമായി കാറ്, പിന്നെ ബൈക്ക്, സ്കൂട്ടർ, ഗോൾഡ് കോയിൻ, അങ്ങനെയുള്ള കുറെ പ്രൈസസ് ഇത്തരം ലോട്ടറികളിലൂടെ കൊടുക്കുന്നുണ്ട്. ഇത്തരം ഭാഗ്യപരീക്ഷണ മത്സരങ്ങൾ സർവ്വസാധാരണയായി തന്നെ നമ്മൾ കാണാറുണ്ട്. ജ്വല്ലറീസ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ഷോപ്പിംഗ് മാള്, അങ്ങനെ പലയിടത്തും ലക്കി ഡ്രോസ് നടത്താറുണ്ട്. എന്നാൽ ഇതിൽ എത്ര ലക്കി ഡ്രോസ് ജെനുവനായി നടത്താറുണ്ട് എന്നത് ഡൗട്ടാണ്. ഇവിടെ നമ്മുടെ ടോപ്പിക് ഈയിടെ നടന്ന പാണ്ടിക്കാട് കുഞ്ഞൻ ലോട്ടറി സ്കാമിനെ ബേസ് ചെയ്താണ്. സ്കാമിനെ കുറിച്ച് അറിയാത്തവർ കാണില്ല. ഫിനാൻഷ്യലി ഡൗൺ ആയി നിൽക്കുന്ന ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യാൻ എന്ന പ്രചാരണത്തിലൂടെയാണ് അവർ അവരുടെ ലോട്ടറി സെയിലാക്കിയത്. അയാളുടെ വീടും വണ്ടിയും ഒക്കെ തന്നെയാണ് പ്രൈസായി അനൗൺസ് ചെയ്തത്. ഒരു ടിക്കറ്റിന് 1000 രൂപ വെച്ച് 1000കണക്കിന് ടിക്കറ്റാണ് വിറ്റഴിച്ചത്. അതിനായി അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അവർ യൂസ് ചെയ്തു. ഇത്തരത്തിലുള്ള ലോട്ടറി സ്കാംസിനെ പ്രൊമോട്ട് ചെയ്തവരാണ് ഖാദർ കരിപ്പൊടി, KL ബ്രോ, ബിജു ഋത്വിക്, പാണ്ടിക്കാട് കുഞ്ഞൻ തുടങ്ങിയവർ. ഇവർ അറിഞ്ഞോ അറിയാതെയോ ചൂഷണം ചെയ്തത് മലയാളിയുടെ പണത്തോടുള്ള തീരാത്ത ആർത്തിയാണ്. കേരളത്തിൽ ലോട്ടറി നടത്താൻ കേരള സർക്കാരിന് മാത്രമേ ലോ പ്രകാരം അധികാരമുള്ളൂ. അതുപോലും നിരവധി വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കേരളത്തിലുള്ളവർ തന്നെ കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ലോട്ടറി പ്രോഗ്രാംസ് ഇത്തരത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ബോച്ചേട്ടി ഇതിലൊരെണ്ണമാണ്. എന്നാൽ അതൊക്കെ ഒരു ചെറിയ എമൗണ്ട് ആണ് നഷ്ടമാകുന്നതെന്നെങ്കിലും പറയാം. എന്നാൽ 1000 rupees ഫോർ എ ടിക്കറ്റ് ഇസ് എ ഹ്യൂജ് ഡീൽ. ഇവർ ഈ ലോട്ടറി പരിപാടി സംഘടിപ്പിച്ചത് ഒരു ചാരിറ്റി പ്രോഗ്രാം എന്ന നിലയിലാണ്. റിയലി ഒരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് അത്രയും ജെനുവിനായി ക്യാഷ് വേണമെങ്കിൽ, അത് ഒരു ജെനുവിൻ റീസൺ കൊണ്ടാണെങ്കിൽ ആവശ്യമുള്ള പൈസ സ്വരുക്കൂട്ടിയവരാണ് മലയാളികൾ. സോ അത്തരത്തിലുള്ള വഴികൾ ഉള്ളപ്പോൾ ഇത്തരത്തിൽ വില കൂടിയ സമ്മാനങ്ങൾ കാട്ടി പ്രലോഭിപ്പിച്ച് ലോട്ടറി എന്ന പേരിൽ ചാരിറ്റി നടത്തേണ്ട ആവശ്യമുണ്ടോ? ഈ ലോട്ടറി സ്കാം ഇത്രയും വിവാദം ഉണ്ടാകാൻ കാരണം പാണ്ടിക്കാട് കുഞ്ഞൻ ഈ ഡ്രോ നടത്തിയ രീതിയാണ്. നറുക്കെടുക്കേണ്ട ബോക്സിന്റെ ഉള്ളിൽ എന്തോ ഒട്ടിച്ചു വച്ചതുപോലെ ഒരു പർട്ടിക്കുലർ ലോട്ട് തേടി പിടിച്ചെടുത്ത പോലെയാണ് ഡ്രോ നടത്തിയത്. ക്ലിയർലി എന്തോ സ്കാം വിസിബിൾ ആയിരുന്നു. ശേഷം ഈ സമ്മാനം നേടിയതും ഈ ഡ്രോ നടത്തിയവരുടെ റിലേഷനിലുള്ളവർക്കാണെന്നും പറയപ്പെടുന്നു. വി ഡോണ്ട് നോ ദ റിയൽ സ്റ്റോറി ബിഹൈൻഡ് ഇറ്റ്. എനിവേ, ഇത്തരത്തിൽ സ്കാം നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇത്തരം സ്കാം പ്രവർത്തികളിൽ ചാരിറ്റി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടുവരരുത്. കാരണം ചാരിറ്റി വഴി ജീവിതം രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഇത്തരത്തിലുള്ള സ്കാം പല രീതിയിലും പല രൂപത്തിലും വരും. ദയവ് ചെയ്ത് ഒന്നിലും പോയി തല വയ്ക്കാതെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള കണ്ടന്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ കംപ്ലീറ്റ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്. ട്രൈ നോട്ട് ടു സ്കാം ദം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് അവർ ചാനൽ. താങ്ക് യു.